ടി വിയുടെ അടുത്തു നിന്നൊന്ന് മാറിയിരിക്ക്, കണ്ണടിച്ചു പോവും. കുട്ടിക്കാലത്ത് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ഒരു ഡയലോഗാണത്. അതുപോലെ പണ്ട് അമ്മൂമ്മമാർ പറയായിരുന്നു, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ പുസ്തകമൊന്നും വായിക്കരുത്. പിന്നീട് അത് ടി വി കാണരുത് എന്നായി. ഇപ്പം അത് ഫോണായി. ഇതുപോലെ നമ്മൾ കേട്ടിട്ടുള്ള ചില ധാരണകൾ എങ്ങനെയാണ് നമ്മുടെ ബ്രെയിനിൽ ഒരു ഫിക്സ്ഡ് പാറ്റേൺ ആയിട്ട് മാറുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതിലൊക്കെ എത്രത്തോളം സത്യമുണ്ട്? നമ്മുടെ കണ്ണ് അത്ര പെട്ടെന്ന് അടിച്ചു പോകുന്ന ഒന്നാണോ? ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ സ്ക്രീൻ ടൈം എന്നത് ഒഴിച്ചുകൂടാനാവാത്ത ഒന്ന് തന്നെയാണ്. ഒരു സിനിമ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇരുട്ടത്തിരുന്ന് വർക്ക് ചെയ്യുമ്പോഴോ കണ്ണുകൾക്ക് ചെറിയൊരു അസ്വസ്ഥത തോന്നുമ്പോൾ കണ്ണ് പണി തരികയാണ് എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. സയൻറ്റിഫിക്കായിട്ട് നോക്കിയാൽ സ്ക്രീനിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നത് അല്ലെങ്കിൽ ലോ ലൈറ്റിൽ വായിക്കുന്നതൊക്കെ നമ്മുടെ കണ്ണുകൾക്ക് ഒരു താൽക്കാലിക സ്ട്രെയിൻ അല്ലെങ്കിൽ ടയേർഡ്നെസ് നൽകുന്നുണ്ടാവാം. പക്ഷേ അത് പെർമനൻ്റായ വിഷൻ ഡാമേജ് ഉണ്ടാക്കുന്നു എന്നതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല. അതൊരു മസിൽ ഫാറ്റീഗ് മാത്രമാണ്. ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽസിൽ പെയിൻ വരുന്നത് പോലെ കണ്ണിലെ മസിൽസും ഒന്ന് ടയേർഡ് ആവുന്നു എന്ന് മാത്രം. നമ്മുടെ ഫിയർ റെസ്പോൺസ് പലപ്പോഴും ലോജിക്കില്ലാതെ വർക്ക് ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജിയോടുള്ള നമ്മുടെ ആ ഒരു സബ് കോൺഷ്യസ് പേടിയോ ഒക്കെ ആവാം ഇതിനെല്ലാം പിന്നിൽ. പുതിയ സാങ്കേതിക വിദ്യകളോടുള്ള മനുഷ്യൻ്റെ ഈ പേടി, ടെക്നോഫോബിയ, ചരിത്രത്തിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ബുക്സ് അമിതമായിട്ട് വായിക്കുന്നത് തലച്ചോറിന് ദോഷകരമാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം പോലും പണ്ടുണ്ടായിരുന്നു. ഇത്തരം മിസ്കൺസെപ്ഷനുകൾ നമ്മുടെ ചിന്താഗതിയെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിനെയാണ് ശരിക്കും നമ്മൾ പേടിക്കേണ്ടത്. സ്ക്രീനുകളെയല്ല. തിങ്ക് അബൌട്ട് ഇറ്റ്.